KPCC-യിൽ നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ എന്നോടൊപ്പം ചേരുന്നു. അങ്ങ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ തനിച്ചുപോയി കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ അതൊരു യാത്രയപ്പായിരുന്നു എന്നാണ് അവിടെ നിന്ന് പുറത്തേക്ക് വലിയ തരത്തിൽ പ്രചരിക്കുന്ന അഭ്യൂഹം. എന്താണ് യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗിൽ സംഭവിച്ചത്? അങ്ങനെയുള്ള നേതൃത്വത്തിന്റെ ഒരു സമീപനം എങ്ങനെയാണ്? നല്ല സമീപനം, സ്നേഹമസൃണമായ പെരുമാറ്റം. അല്ല, ഈ ഖാർഗേജി ഒക്കെ ഇത്രയും സ്നേഹത്തിൽ പെരുമാറുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. ആ സ്നേഹത്തോടെയുള്ള ഗാന്ധി എന്നെ ആശ്ലേഷിച്ചിട്ടാണ് എന്നെ വിട്ടത്. നല്ല സ്നേഹം. അല്ല, ആ ആശ്ലേഷം അങ്ങയെ യാത്ര അയക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. എന്തോ ആവട്ടെ, ഞാനതിനെ കുറിച്ച് ചോദിക്കാനൊന്നും പോയിട്ടില്ല. ഈ ആശ്ലേഷം എന്നെ പുറത്താക്കാനാണെന്നൊന്നും ചോദിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്കത് പ്രശ്നവുമല്ല. അതൊക്കെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ തീരുമാനമാണ്. ആ തീരുമാനം വാട്ട് എവർ ഇറ്റ് മേ ബി ദാറ്റ് ഐ വിൽ ഒബേ. ദീപദാസ് മുൻഷി അങ്ങേക്കെതിരെ എന്തെങ്കിലും റിപ്പോർട്ട് റിപ്പോർട്ടഡ് ടു ഹൈക്കമാൻഡ്. അത് അങ്ങയെ മാറ്റണമെന്നാണോ? അങ്ങനെ എന്തെങ്കിലും പക്ഷേ അങ്ങയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? എന്റെ നിലപാടെന്താണെന്ന് പാർട്ടി മാറണമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മാറും. ആ ദേശീയ നേതൃത്വം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് 100 വട്ടം പറഞ്ഞു എനിക്ക് ചോദിക്കരുത്. പക്ഷെ അങ്ങനെ വലിയ പ്രചാരണം നടക്കുന്നതിനല്ലേ നിങ്ങൾ നിഷേധിക്കുന്നത്? ഞാൻ നിഷേധിച്ചാൽ പിന്നെ നിങ്ങൾ പിന്നെ അത് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കല. ഇന്നലെ എനിക്ക് വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ ലഭിച്ച വിവരമനുസരിച്ച് ആന്റോ ആന്റണി തന്നെ KPCC അധ്യക്ഷനായി ഇന്നലെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് കോട്ടയത്ത് അദ്ദേഹം തങ്ങുകയായിരുന്നു എന്നും. അത് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചല്ലോ. അദ്ദേഹം പിൻവലിച്ചല്ലോ. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പിൻവലിച്ചു.